ഹലോ ഹായ് ഡിയർ. അങ്ങനെ വീണ്ടും നമ്മുടെ ടെറസ് കിച്ചണിലെ പുഡിംഗ്. അപ്പോൾ ടെറസ് കിച്ചൺ പുഡിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇതും ഒരു പുഡിങ്ങാണ്. ഇന്നത്തെ പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഐസ്ക്രീം ജെല്ലി പുഡിങ്ങാണ്. എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്? ഐസ്ക്രീം ജെല്ലി പുഡിങ് പറയുമ്പോൾ പേരിനൊക്കെ ഒരു ഭയങ്കര ഗംഭീരത ഉണ്ടെങ്കിലും അത്ര സിമ്പിളാണ്. ഐസ്ക്രീമിൻ്റെ സ്വാദുള്ള ഒരു ജെല്ലി പുഡിങ് ആയിരിക്കും. ഇത് നമ്മൾ പാൽ ഉപയോഗിക്കുന്നില്ല, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് വെള്ളം ഏറെ വേണം. ഒരു 5 കപ്പ് വെള്ളം വേണം. 5 cups ഓഫ് വാട്ടർ. അതിൽ നിന്നും ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മുടെ ചൈന ഗ്രാസിനെ കുതിരാനായിട്ട് വെക്കണം. ചൈന ഗ്രാസ് ഒരു പാക്കറ്റാണ്, ദാറ്റ് ഇസ് 10 grams. ഇനി ഇതിനെ കുഞ്ഞു പീസസായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ വെള്ളം ഒരു 5 കപ്പ് അളന്നൊരു ബൗളിലെടുക്കുന്നു. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ചൈന ഗ്രാസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഒരു 5 കപ്പ് വെള്ളം നമുക്കൊരു ബൗളിലേക്ക് അളന്നൊഴിക്കാം. ഇത് 5 കപ്പ് വെള്ളം. ഇനി ഇതിൽ നിന്നും 1/2 കപ്പ് എടുത്തിട്ടാണ് ചൈന ഗ്രാസ് കുതിരാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ വെള്ളം 5 ഗ്ലാസ് എടുത്ത് വെച്ചു. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസസായിട്ട് ഇങ്ങനെ പിച്ചി ഇടാം. അല്ലെങ്കിൽ സിസേഴ്സ് കൊണ്ടൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല, ഇത് കുതിരുമ്പോൾ എല്ലാം കൂടെ മാറുമല്ലോ. നല്ല തിക്കനിങ് ഏജൻ്റാണ്. ഇറ്റ്സ് എ സീ വീഡ് ആക്ച്വലി. ഇതുപോലൊരു എളുപ്പപ്പൊടി വേറെ ഉണ്ടാവില്ല കേട്ടോ. അത്രയും സിമ്പിൾ. ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം. ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ഒരു മെസ്സി ഗെയിം പോലെ, മെസ്സി പ്ലേ പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഇങ്ങനെ കീറുന്ന പോലെയല്ലേ തോന്നുള്ളൂ. അപ്പോൾ അളവും മറക്കണ്ട. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 10 grams ഒരു പാക്കറ്റ്. ഇനി വലിയ പാക്കറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ കൂടുതലുണ്ടെങ്കിലും 10 gram എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കണക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇത് ഈ 5 കപ്പ് വെള്ളം നമ്മൾ വലിയ ബൗളിലാണ് അളന്ന് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കറക്റ്റ് 1/2 കപ്പോ 1/4 കപ്പോ എത്ര വേണ്ടതെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് ഒഴിക്കും. ഇതൊന്ന് മുങ്ങി കിടക്കണം, അത്രേ ഉള്ളൂ. 1/2 കപ്പ് വെള്ളം എടുക്കാം. 1/2 വേണ്ട, 1/2 ആക്കാം. ഇതൊന്ന് മുങ്ങാനുള്ള വെള്ളം. ഇത് സാധാരണ വെള്ളമാണ്, ഹോട്ട് വാട്ടറൊന്നുമല്ല. റൂം ടെമ്പറേച്ചറിലെ വെള്ളം. പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആകും. ഒരു 20 to 30 minutes, 15 to 30 minutes നോക്കുക. നിങ്ങൾക്കൊരു നല്ല കുതിർന്നു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അത് അലിയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചില സമയത്ത് അലിഞ്ഞ് കിട്ടും. പല ബ്രാൻഡിൻ്റെ ചൈന ഗ്രാസ് പലതും ഡിഫറെൻ്റ് ആണല്ലോ. ഇത് കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു 15-20 അരമണിക്കൂറൊന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു അരമണിക്കൂർ വേണ്ടി വരും ചില ബ്രാൻഡാണെങ്കിൽ. ഇത് കുഴപ്പമില്ല. മേ ബി ഒരു 10 to 15 minutes ഇങ്ങനെ ഇരിക്കട്ടെ, നന്നായിട്ട് കുതിർന്ന് വരും. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 minutes ആയി. ചൈന ഗ്രാസ് അത്യാവശ്യം കുതിർന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി അടുപ്പ് കത്തിച്ചിട്ട് ഇത്ര നീളമുള്ളതുകൊണ്ട് കൈ പൊള്ളിൽ. അപ്പോൾ ബാക്കിയിരിക്കുന്ന വെള്ളം ആദ്യം തിളപ്പിക്കാനായിട്ട് ഒഴിക്കും. 3.5 കപ്പ് വെള്ളത്തോളം ഉണ്ട്. 1.5 കപ്പോളം നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റിക്കഴിയും. ഏതാണ്ട് തിളയ്ക്കാറാകുമ്പോൾ നമ്മുടെ കുതിർന്ന ചൈന ഗ്രാസും കൂടി അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ടോട്ടൽ ഇതിനകത്തൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു, ബാക്കി 3.5 കപ്പ് വെള്ളം പാത്രത്തിൽ ഒഴിച്ചു. അതാണ് അളവ്. അപ്പോൾ വെള്ളം ഏതാണ്ട് തിളച്ചു. നമ്മളിനി ഇതിനകത്തേക്ക് കുതിർത്ത ചൈന ഗ്രാസ് ചേർക്കും. അപ്പോൾ ഈ ചൂടിൽ കിടന്ന് ചൈന ഗ്രാസും ഉരുകണം. തിളച്ചുകൊണ്ടിരിക്കുകയാണ്, തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇത് ഉരുകി നല്ലൊരു വാട്ടർ പോലെ ആകും. ഒരു തരിയില്ലാത്ത രീതിയിൽ ഉരുകി വരും. ഇനി ചെറിയ തരി ഉണ്ടെങ്കിൽ പോലും നമുക്കത് ലാസ്റ്റ് അരിച്ചാൽ മാത്രം മതി. ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ജെല്ലി, അതായത് ഐസ്ക്രീം ജെല്ലി പുഡിങ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാജിക് കമനിൽ ചെയ്തിട്ടുള്ളതാണ്. കുറേ വർഷം ഞാൻ തന്നെ മറന്നിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ജെല്ലി പോലത്തെ ഒരു വൈറ്റ് പുഡിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ഞാൻ മറന്നുപോയോ എന്തോ. എനിക്ക് കറക്റ്റ് അറിയാം, പാല് ചേർക്കാതെ പക്ഷേ അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എനിക്ക് ചെറിയൊരു മറവിയാണല്ലോ. അപ്പം ഞാനത് എൻ്റെ എല്ലാ റെസിപ്പിയും ഞാൻ ബുക്കിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവും. പബ്ലിഷ്ഡ് ബുക്കിൽ അതിലൊരു ഒരു 80% റെസിപ്പീസും പഴയ റെസിപ്പീസും എല്ലാം നമ്മുടെ 4 ബുക്കിലായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ കുറേയൊക്കെ അതിലില്ലാത്തതും കുറേ എൻ്റെ ഡയറിയിലുണ്ട്. ഞാനിങ്ങനെ അത് മറന്നിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, ആ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജെല്ലി പുഡിങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് ഇവിടെ പോയി ഇടും. അങ്ങനെ ഫൈനലി ഞാൻ ഈ അടുത്ത് എൻ്റെ ഡയറി എല്ലാം ഇങ്ങനെ പരിശോധിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ സെയിം റെസിപ്പി അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി.
ഐസ്ക്രീം ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പി തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ റെക്കോർഡിക്കലി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുമല്ലോ. കാര്യം ഇത് ബുക്കിലില്ല, എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ പബ്ലിഷ്ഡ് ബുക്കിലൊന്നുമില്ല നമ്മുടെ മാജിക് അവൻ ബുക്സിൽ. പിന്നെ വീഡിയോയും ഒന്നും അവൈലബിൾ അല്ല. സോ പണ്ട് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. മേ ബി ഒരു 10 വർഷത്തിന് മുന്നേ ആയിരിക്കണം ചെയ്തത്, അറിയില്ല, ഓർമ്മയില്ല എനിക്ക്. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ തിളപ്പിച്ചു, കംപ്ലീറ്റ് അലിഞ്ഞിട്ടുണ്ട് ചൈന ഗ്രാസ്. ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ നമ്മളെന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇനി അതോടൊപ്പം 1 ടിൻ കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇച്ചിരി ഐസ്ക്രീം എസൻസും കൂടി. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നല്ലതായിട്ട് യോജിച്ചു. ഇനി ഇതിലേക്കാണ് കുറച്ച് ഐസ്ക്രീം എസൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ മാത്രമേ ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ, ആ ടേസ്റ്റ് വരുള്ളൂ. 1 ടീസ്പൂൺ ഐസ്ക്രീം എസൻസ്. ഇത് ഐസ്ക്രീം സോഡ എന്ന് പറഞ്ഞും ഇങ്ങനെ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും ഐസ്ക്രീം എസൻസ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ബ്രാൻഡൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ എഴുതാം, അമേരിക്കൻ ഐസ്ക്രീം സോഡ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഐസ്ക്രീം സോഡയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ദിസ് ഇസ് ഐസ്ക്രീം എസൻസ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഐസ്ക്രീം എസൻസ് എന്ന് പറഞ്ഞ് മാത്രം കിട്ടുന്നതാണെങ്കിലും കുഴപ്പമില്ല, അത് വാങ്ങിച്ചാലും മതി. ഞാനിപ്പോൾ ഇതാ യൂസ് ചെയ്തത്. നല്ലൊരു ഐസ്ക്രീമിൻ്റെ മണവും കൂടി കിട്ടും. ആഹാ, ഓക്കെ. അങ്ങനെ ഐസ്ക്രീം എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ അയ്യോ രക്ഷയില്ല, ഒരു ഐസ്ക്രീം മണം. എന്നാൽ വാനില എസൻസ് ചേർത്താൽ ഒരു വാനില ഐസ്ക്രീമിൻ്റെ മണം വരില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ആ മണം വേറെ. ഓക്കെ, ദിസ് ഈസ് ദി റിയൽ ഐസ്ക്രീം മണം. ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മണമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മണം, ഐസ്ക്രീം ഫ്ലേവർ എന്ന് പറഞ്ഞാൽ. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക്, ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഗ്ലാസ് പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഇതിലേക്ക് ബൗളിലേക്ക് ഒഴിക്കുന്നു, അറിയാൻ വേണ്ടി. ഞാനിതൊന്ന് ടേസ്റ്റിങ്ങിന് നിങ്ങളെ കാണിക്കാനായിട്ട്, പെട്ടെന്ന് സെറ്റാകുമല്ലോ. ഇത് ഒന്ന് സെറ്റായാൽ മാത്രം മതി. ഇത് കുറച്ച് നേരം പുറത്തിരിക്കുമ്പോൾ സെറ്റാകും, അത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കാണാനായിട്ട് ഞാൻ എത്തിയിരിക്കുവാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കറങ്ങി നടക്കുമായിരുന്നു, ഏതാണ്ടൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലൊന്ന് മാറിയിട്ടുണ്ട്, കെട്ടി വെച്ചത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വരുന്നു നമ്മുടെ പുഡിങ് എടുക്കാൻ പോവാം ഫ്രിഡ്ജിൽ. ദിസ് ഈസ് എന്ത് പുഡിങ് ആയിരുന്നു? ഇതാണ് നമ്മുടെ ജെല്ലി പുഡിങ്, ഐസ്ക്രീം ജെല്ലി പുഡിങ്. കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, പ്യുവർ വൈറ്റ്, കാണുന്ന പോലെ തന്നെ ടേസ്റ്റും. ഓക്കെ, നോക്കിക്കോളൂ. വാവ്, സെറ്റ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കഴിച്ച് കാണിക്കാൻ വേണ്ടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, സൈഡ്സൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പോലെയാണ് കേട്ടോ, ജസ്റ്റ് ലൈക്ക് എ കേക്ക്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിമോൾഡ് ചെയ്യാനും പറ്റും, ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്യാനും പറ്റും. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ അങ്ങനെ. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഏതൊരു സ്മോൾ പീസ് ഞാനിങ്ങനെ നോക്കിക്കോളൂ, നമ്മുടെ ഒരു മോൾഡിൽ വെച്ചിരുന്നതാണ്. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെക്സ്ചർ നോക്കിക്കോളൂ. വാവ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ജെല്ലി. ഓക്കെ, ഈ കഴിക്കട്ടെ. ജെല്ലി എന്ന് പറഞ്ഞാൽ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നതാണ്, നമുക്ക് ചതക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഐസ്ക്രീം ഫ്ലേവറും സൂപ്പർ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിനൊരു കോമ്പിനേഷനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എങ്കിലും ഇതൊരു ഐസ്ക്രീം പോലെ ഇങ്ങനെ കഴിക്കാം, ജെല്ലി ഐസ്ക്രീം പോലെ കഴിക്കാം. അപ്പോൾ ഐസ്ക്രീം എസൻസ് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഇതിൽ പാലില്ല, ഓൺലി കണ്ടൻസ് മിൽക്ക്. വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ്, ദാറ്റ് ഈസ് ടിൻഡ് ഫ്രൂട്ട്സ് കിട്ടില്ലേ, ടിൻഡ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഷുഗർ ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു ഷുഗർ സിറപ്പ് കിടക്കുന്ന ഫ്രൂട്ട്സ് ആയിട്ട് മാറും. എല്ലാം മിക്സ്ഡ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാം വരും. സീസണൽ ഫ്രൂട്ട്സ്, മാംഗോ, പീച്ചസ് കിട്ടും. ഇവിടെ ഒന്നും പീച്ചസ് അധികമില്ല.
പുറത്തുള്ളവർക്ക് അങ്ങനത്തെ എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം, സ്ട്രോബെറീസ് ഒക്കെ. നമുക്കിവിടെ കിട്ടുന്ന പോലെ മാങ്ങ, പൈനാപ്പിൾ വേണ്ട, ഇട്ടാലും കുഴപ്പമില്ല, കാര്യം ഷുഗർ സിറപ്പിലായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. മാംഗോ, ഓറഞ്ച് വേണമെന്നില്ല, ആപ്പിൾസ്, പഴം, അങ്ങനത്തെ കാര്യം, ചെറീസ് എല്ലാം ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കിട്ടുന്ന ഏത് ഫ്രൂട്ടും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, വെരി നൈസ്, അടിപൊളി, മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്. നിങ്ങളുടെ എല്ലാം ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വായിൽ പോകുമ്പോൾ അത് നിങ്ങളുടെ മൗത്തിലും മെൽറ്റ് ചെയ്യട്ടെ. വെരി നൈസ്. എനിക്ക് എൻ്റെ ഒരു ഷേപ്പൊന്നും കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വയ്ക്കാം. ഷേപ്പ് സ്ക്വയേഴ്സായിട്ട് കൊടുക്കാം, റെക്റ്റാങ്കിളായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇതേ നോക്കി എന്ത് രസമായിട്ടത് സൈഡ്സ് ഒന്ന് വിട്ട് വരുന്നത്. ഇതിങ്ങനെ ഡീമോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഒരു ട്രേയിലേക്ക് ഇതിങ്ങനെ കമിഴ്ത്തി ഇട്ടിട്ട് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. സോ നൈസ്, ഇറ്റ്സ് ഗിഗ്ലി അടിപൊളിയാണ്. ഞാൻ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. സോ ദിസ് ഇസ് അവർ ബ്യൂട്ടിഫുൾ പുഡിങ്. ഞാനത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ താഴെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാം. ഇനി ഇത് ഞാൻ ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്യും, അങ്ങനെ തന്നെ വെക്കാവുള്ളൂ, ഓപ്പൺ ചെയ്ത് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എന്തായാലും ഇത് ഉണ്ടാക്കാൻ മറക്കണ്ട. ഇതൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് ദിസ് ഐസ്ക്രീം ജെല്ലി പുഡിങ്. ഇനി നിങ്ങൾക്കിനി വേറൊരു ഫ്ലേവർ അതിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഐസ്ക്രീം എസൻസിന് പകരം പൈനാപ്പിൾ ഫ്ലേവർ കൊടുക്കാം, പൈനാപ്പിൾ എസൻസ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ എസൻസ് ചേർക്കുക, ഉണ്ടാക്കുക. ഓക്കെ, ഇതേ സാധനം തന്നെ നമുക്ക് സ്ട്രോബെറി എസൻസ് കൊടുത്തൊരു, പക്ഷേ അതൊരു കാര്യമുണ്ട്, കുറച്ച് കളറ്, ഒരു എന്താ പറയുക, പിങ്കിൻ്റെ ഒരു കളറും കൂടി കൊടുക്കേണ്ടി വരും, കുറച്ച് ഫുഡ് കളർ ചേർക്കേണ്ടി വരും. പക്ഷേ അത് വേണ്ട, ഇത് നല്ലതായിരിക്കും. ഓക്കെ, പൈനാപ്പിൾ വെച്ച് ആ എസൻസിൽ ചെയ്യാം. പിസ്ത വേണമെങ്കിൽ അതിനെല്ലാം ഒരു കളർ ടോൺ മാറ്റേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പുഡിങ്. ഭയങ്കര നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.